ശബരിമലയിലെ പരമ്പരാഗത അവകാശികളായ മലയരയ മഹാസഭയുടെ ആചാരപരമായ കാനനയാത്ര വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞതായി പരാതി. എരുമേലി അഴുതക്കടവ് പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള കാൽനടയാത്രയായി എത്തിയ മലയരയ മഹാസഭാ സമൂഹത്തെയാണ് കരിമല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തടഞ്ഞത്. കൂടാതെ പരമ്പരാഗത പൂജകൾ നടത്തുന്നത് തടഞ്ഞെന്നും മലയരയ സമൂഹത്തെ അധിക്ഷേപിച്ചെന്നും ആരോപണമുണ്ട്. 41 പേരടങ്ങുന്ന മലയര സമൂഹം സന്നിധാനത്തേക്കുള്ള സഞ്ചാരത്തിലായിരുന്നു. കാനനപാതയിലൂടെയാണ് ഇവർ പരമ്പരാഗത ആചാര സവിശേഷതകളോടുകൂടി സന്നിധാനത്തേക്ക് കാൽനടയായി സഞ്ചരിച്ച് എത്തുകയായിരുന്നു. ഇതിനിടയിൽ കരിമലക്കോട്ടയിൽ വെച്ച് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ചില പ്രവർത്തികൾ ഇവർക്ക് എതിരെ ഉണ്ടായി എന്നുള്ളതാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ചില ആചാര സവിശേഷതകൾ കാനനപാതയിൽ നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നു. ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് കാനനപാതയിലൂടെ ഇവർ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇതിനിടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ തടയുകയും ചില പരാമർശങ്ങൾ മോശമായി ഇവർക്ക് നേരെ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ 41 പേരടങ്ങുന്ന സമൂഹം പറയുന്ന പരാതി. എന്തായാലും ഐക്യ മലയര സഭയുടെ ആത്മീയ സംഘടനയുടെ പ്രവർത്തകരാണ് ഉൾപ്പെട്ട ആളുകളാണ് ഈ 41 അംഗങ്ങൾ. ഇവർ പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു മോശം പ്രവർത്തികൾ ഉണ്ടായത്. ഇവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ തടയുന്നതിനുള്ള ശ്രമവും ഉണ്ടായത്. അത് എന്താണെന്ന് ഇവർ തന്നെ വിശദീകരിക്കും. എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യം? ആരോപണം എന്താണ്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് മേൽ ഉണ്ടാക്കിയ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തടസ്സമുണ്ടാക്കിയത് എന്തൊക്കെയാണ്? ഞങ്ങൾ 25-ാം തീയതിയോടുകൂടി 41 ദിവസത്തെ വ്രതം പൂർത്തീകരിച്ച് പരമ്പരാഗത അയ്യപ്പൻ പറഞ്ഞു തന്നിട്ടുള്ള പരമ്പരാഗത കാനനപാതയിലൂടെയാണ് സഞ്ചരിച്ചാണ് മല ചവിട്ടുന്നത്. നൂറ്റാണ്ടുകളായി ഈ മലയരയ സമൂഹം ആചരിച്ചു വരുന്ന രീതി അതാണ്. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ 41 ദിവസത്തെ വ്രതമെടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പൂജകളെല്ലാം കഴിച്ചു പോകുന്നത്. ഈ കാനനപാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ 18 മലകൾക്ക് 18 കോട്ട, ആ 18 പടികളാണ് ഇവിടെ അയ്യപ്പസ്വാമിക്ക് നമുക്ക് മുന്നിൽ പടികളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പടിയിട്ടിട്ടുള്ള കരിമല അരയൻ സ്വാമിയുടെ കോട്ടയായ കരിമലക്കോട്ടയിൽ വെച്ച് ഞങ്ങളുടെ ഗോത്രാചാരപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വലിയ തടസ്സമാണ്, ലംഘനമാണ് അവിടുത്തെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് എന്ന് പറയുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അവിടെ കരിമലക്കോട്ടയോട് ചേർന്ന് നിന്ന് അയ്യപ്പൻ തന്നെ മലയരയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവിടെ സ്ഥാപിച്ചിട്ടുള്ള ചതുര കിണറുണ്ട്. ആ ചതുര കിണറ്റിലെ തീർത്ഥം ഞങ്ങൾ പരമ്പരാഗത പാതയിലൂടെ കടന്നു പോകുമ്പോൾ തീർത്ഥം പൂജയ്ക്കായി ഉപയോഗിക്കുകയും തീർത്ഥം വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ആ തീർത്ഥമെടുത്ത് പൂജ നടത്താൻ കരിമലക്കോട്ടയിൽ പൂജ നടത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കവേ അവിടുത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാതീയപരമായി പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മലയരയ കമ്മ്യൂണിറ്റിയാണ്, ഈ പാത തുറക്കുന്നതിന് വേണ്ടി സമരം നടത്തിയ സംഘടനയാണ്. ആ സംഘടനയായ ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ പട്ടികവർഗ കമ്മീഷൻ പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിച്ച് ആചാരപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കാനായിട്ട് ഞങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിങ്ങൾ ഇവിടെ താമസിച്ചതിന് തെളിവുണ്ടോ, നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള തരത്തിൽ ഞങ്ങളുടെ ആചാരം, ഗോത്രാചാരമാണ് അയാൾ തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നടപടികൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് അയ്യപ്പ ധർമ്മസംഘത്തിന് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പരമ്പരാഗത പാതയിലൂടെ മുഴുവൻ സമയവും സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള, നട തുറന്നിരിക്കുമ്പോൾ എത്തുന്നതിനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട് എന്നാണ്? തീർച്ചയായും. SC/ST കമ്മീഷൻ ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ കോടതിയിൽ സമീപിച്ചു. SC/ST കമ്മീഷൻ ഞങ്ങൾക്ക് ഉത്തരവ് തന്നിട്ടുണ്ട്. പരമ്പരാഗത കാനനപാതയിലൂടെ ഞങ്ങൾക്ക് വരാനും പൂജകളെല്ലാം ഈ 41 ദിവസത്തെ വ്രതമെടുത്ത് ഞങ്ങൾ ശബരിമലയിലേക്ക് എത്തുമ്പോൾ പരമ്പരാഗതമായി കാനനപാതയിൽ ഞങ്ങൾ അയ്യപ്പന്മാർക്ക്, ആ പാതയിലൂടെ കടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് മറ്റ് വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭീഷണികളും അപകടങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാനനപാതയ്ക്ക് വേണ്ടിയിട്ട് കാനനപാത പൂജ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അത് നൂറ്റാണ്ടുകളായി ഞങ്ങൾ നടത്തുന്നതാണ്. ഇത്തവണയും മുക്കുഴിയിൽ വെച്ച്, മുക്കുഴി ദേവി ഒരു കോട്ടയാണ് ഞങ്ങളുടെ, ആ കോട്ടയിൽ വെച്ച് തന്നെ ഇത്തവണയും ഞങ്ങൾ 41 ദിവസത്തെ ഈ ആചാരത്തിൻ്റെ 1-ാം തീയതി നട തുറക്കുന്നതിന് മുൻപ് തന്നെ അതും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുമാണ്. ആ പാത ഇങ്ങനെ തുറന്നു നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയ പരാതി നടപടികളിലേക്ക് കടക്കാൻ പോകുക. തീർച്ചയായിട്ടും പരാതി നടപടിയിലേക്ക് SC/ST കമ്മീഷനിലേക്ക് തന്നെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ പരാതി ഫോർവേഡ് ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ദേവസ്വം മിനിസ്റ്റർക്ക് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ തന്നെ ആ പരാതി ഫോർവേഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്.
മലയോര സമൂഹത്തിന്റെ ആചാരപരമായിട്ടുള്ള ആ സവിശേഷതകൾ അത് നിർവഹിക്കാൻ സാധിക്കാതെ തടസ്സം നിന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ പരാതി സമർപ്പിച്ചിരിക്കുകയാണ് ഈ 41 അംഗ മലയോര ആത്മീയ സമൂഹം. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി.